ഇത്രയും നാൾ കഷ്ടപ്പെട്ടു തോറ്റെങ്കിലും 5 വർഷം തോറ്റെങ്കിലും കുഴപ്പമില്ല, 6ാമത്തെ വർഷം ഈ 5 വർഷത്തെയും എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ആ വിഷമം എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സന്തോഷങ്ങൾ നമുക്ക് കിട്ടുന്നില്ലേ. ബാക്കിയെല്ലാം ടെമ്പററി ആയിട്ടുള്ള നമ്മൾ ചെയ്ത സാക്രിഫൈസസുകളാണ്. ലോങ് ടേം ആയിട്ടുള്ള ഒരു സക്സസ്സിന് വേണ്ടി നമ്മൾ ഉറപ്പായിട്ടും കുറച്ച് സാക്രിഫൈസ് ചെയ്യണം. എപ്പോഴും ഫെയിലുവേഴ്സിനെ നേരിടാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് മനുഷ്യർ പല രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ തോൽക്കുമ്പോൾ ആ തോൽവിയിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരണം എന്നുള്ളത് എന്നെ പഠിപ്പിച്ച സിവിൽ സർവീസ്. അത് വലിയൊരു ലേണിംഗ്, അത് നമുക്ക് ഒരിക്കലും ഒരിടത്തുനിന്ന് കിട്ടത്തില്ല. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പം സിവിൽ സർവീസ് കിട്ടാതെ ഞാൻ നിർത്തിപ്പോയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇതിന് ഇടയ്ക്ക് എനിക്ക് മുമ്പ് കിട്ടിയ ഏതെങ്കിലും ജോലിക്ക് ഞാൻ കയറിയിരുന്നെങ്കിലും എനിക്കിവിടെ എത്താൻ പറ്റത്തില്ല. അപ്പോഴും ആ ജോലിയിൽ ഞാൻ തുടരുമെങ്കിലും എൻ്റെ മനസ്സിലെപ്പോഴും ആ ഗിൽട്ട് ഫീല് സൊസൈറ്റിക്ക് അത് മനസ്സിലാകത്തില്ല, നമുക്കത് മനസ്സിലാവും. നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മുടെ ഗിൽട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. നമ്മൾ ആ ഗിൽട്ടിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റും. എനിക്ക് റിവിഷൻ്റെ സമയത്തൊക്കെ വളരെ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് ആ വീഡിയോസ് ഉപയോഗിക്കാനും അതിൻ്റെ സ്പെസിഫിക് നോട്ട്സും ഗൗതം ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ അത് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു റിവിഷൻ നടത്തണമെങ്കിൽ വളരെ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് പെട്ടെന്ന് പോയി 2 മിനിറ്റ് 1 മിനിറ്റ് വീഡിയോ കാണാൻ നല്ലതായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ആ ഷോർട്ട് നോട്ടും ആ ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ എനിക്ക് മെയിൻസ് എഴുതുന്ന സമയത്തും KASൻ്റെ മെയിൻസ് എഴുതുന്ന സമയത്തൊക്കെ എനിക്ക് റിവിഷൻ ചെയ്യാനൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമസ്കാരം, എല്ലാവർക്കും IPM IAS അക്കാഡമിയുടെ മീറ്റ് ദ ഓഫീസർ എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഗൗതമൻ മോഹൻ, അക്കാഡമിക് ഹെഡാണ് IPM IAS അക്കാഡമിയുടെ. ഇന്ന് നമ്മളുടെ അതിഥിയായിട്ടുള്ളത് മിസ്റ്റർ ജയൻ KAS ആണ്. അദ്ദേഹം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ സഹകരണ വകുപ്പിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ വിജിലൻസായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ സിവിൽ സർവീസ് എക്സാമിനേഷനെ പറ്റിയും അതേപോലെ തന്നെ KAS എക്സാമിനേഷനെ പറ്റിയും അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും അതേപോലെ തന്നെ KAS എന്ന സർവീസ് എന്താണെന്നുമൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അദ്ദേഹത്തിന് സാധിക്കും. സോ അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ആദ്യത്തെ ബാച്ചിൽ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കി ഇപ്പോൾ ഒരു KAS ഉദ്യോഗസ്ഥനായിട്ട് നമ്മളുടെ മുന്നിലിരിക്കുന്ന ആളാണ് ജയൻ. ജയന് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും, പ്രത്യേകിച്ച് KAS എക്സാമിനേഷനെ പറ്റിയും അതിനു വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള കാര്യത്തെപ്പറ്റിയും അതേപോലെ തന്നെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് നടക്കുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ് ജയൻ്റേത്. ഒരുപാട് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള പല തോൽവികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്ത് വിജയങ്ങളിലേക്ക് എത്തിച്ചേർന്ന ജയനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സോ നമുക്ക് ജയനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ജയൻ. നമസ്കാരം. താങ്ക് യു. അപ്പം ജയനിപ്പം ഏകദേശം ഒരു 2-3 വർഷമായിട്ടിപ്പം KASുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ ട്രെയിനിങ്ങും ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണല്ലോ. അപ്പം എന്താണ് ഈ ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പുതിയ ഇനീഷ്യേറ്റീവിനോട് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എത്രത്തോളം ഇമ്പാക്റ്റാണ് അതിന് നമ്മുടെ സമൂഹത്തിൽ വരുത്താനായിട്ട് സാധിക്കുന്നത്? അതായത് ഞാൻ കുറച്ച് നാൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്ത ആളാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരമൊരു സർവീസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ തമിഴ്നാട് PSC എക്സാം, ഇതേ KAS പോലെ TNPSC നടത്തുന്ന ഒരു എക്സാം ഉണ്ട്. അവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ DYSP ആ പോസ്റ്റിലേക്ക് അങ്ങനെ ഡയറക്റ്റ് തന്നെ പോസ്റ്റ് ചെയ്യും. ഇവിടെ പോലീസ് സർവീസ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനൊരു സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് ആസ്പിറൻസിന് അത് എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രിലിംസും മെയിൻസൊക്കെ എഴുതി. പിന്നെ അതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ ആസ്പിറൻസ് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് കേരളത്തിലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ പല കാലങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് അങ്ങനൊരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് രൂപീകരിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. പല കാരണങ്ങളായി നടന്നില്ല. പക്ഷേ ആ സമയത്താണ് നമ്മുടെ എല്ലാം ഭാഗ്യം എന്ന് എന്നെ കരുതാം, IASന് തുല്യമായിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആസ്പിറൻസ് ആയിട്ട് നിൽക്കുകയും ആ പ്രൈം ടൈമിൽ തന്നെ നമുക്കിത് എഴുതാനും പറ്റുന്നു. അപ്പോൾ ഞാനതിനെ കാണുന്നത് വേറൊരു രീതിയിലാണ്. അപ്പോൾ KAS എന്ന് പറയുന്നത് വെറും ഒരു സർവീസായിട്ട് മാത്രമല്ല, കേരളത്തിന് ഇതുവരെ സംഭവിച്ചതിൽ വലിയൊരു മാറ്റമാണ് KASലൂടെ ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ സിവിൽ സർവീസ് എടുത്ത് നോക്കാം, നമുക്കിപ്പോൾ സിവിൽ സർവീസിൻ്റെ ഒരു അൺസർട്ടനിറ്റി നമുക്കെപ്പോഴും അറിയാം. പ്രിപ്പയർ ചെയ്യുന്ന നമ്പർ ഓഫ് ആസ്പിറൻസിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വലുതായിരിക്കും. പക്ഷേ അതിൽ എത്രത്തോളം ആൾക്കാരാണ് സക്സസ് ആവുന്നത് എന്ന് പറയുമ്പോൾ അത് വളരെ ചുരുങ്ങിയതാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് 0.01% എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് എപ്പോഴും സിവിൽ സർവീസിലേക്ക് നമ്മൾ എത്തുന്നത്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ കേരളത്തിൽ അത്രത്തോളം ആസ്പിറേഷൻ ഉള്ളോട് ആസ്പിറൻസ് വന്നിട്ടത് ചെയ്യുന്നു, പക്ഷേ സക്സസ് ആവാതെ പോകുന്നു. അപ്പോൾ അവരെന്താ സംഭവിക്കുന്നത്? ചിലപ്പോൾ 1-2 വർഷം പ്രിപ്പയർ ചെയ്തതിന് ശേഷം വേറെ ഏതെങ്കിലും ഫേമിലേക്ക്, പ്രൈവറ്റ് ഫേമിലേക്കോ അല്ലെങ്കിൽ മറ്റു ജോലികളിലേക്കോ എത്തിച്ചേരാം. പക്ഷേ ആ ജോലികളൊക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ജോലിക്കും അതിൻ്റേതായ ഡിഗ്നിറ്റി ഉണ്ട്. എന്നാലും ചിലപ്പോൾ അവരുടെ ആസ്പിറേഷനിലേക്ക് എത്താൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാനും ഇതുപോലെ 3-4 തവണ സിവിൽ സർവീസ് എഴുതിയിട്ട് പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യാൻ പറ്റാതെ സിവിൽ സർവീസിൻ്റെ പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്ത 1 വർഷം അവസാനം ഇൻ്റർവ്യൂവിന് പോയിട്ട്
ആ 10 മാർക്കിന് സർവീസ് നഷ്ടപ്പെട്ടിരിക്കുന്ന വർഷം KAS കിട്ടുന്നു. അപ്പോൾ അവിടെ മനസ്സിലാക്കാനുള്ളത് ഈക്വലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് മാർജിനിലോ സിവിൽ സർവീസ് നഷ്ടപ്പെടുന്ന ഒരു പൂൾ ഓഫ് ആൾക്കാരെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ സൊസൈറ്റിക്ക് കുറച്ച് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ നമ്മുടെ സൊസൈറ്റി തന്നെ ഇൻടേക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് KAS എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത്രയും പൂൾ ഓഫ് ആൾക്കാർ ആ ടാലൻറ്റിനെ നമുക്ക് ആ റിസോഴ്സിനെ യൂസ് ചെയ്യാനും അത് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും പറ്റുന്നു എന്നുള്ളതാണ് KAS കൊണ്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനറ്റായിട്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് വലിയൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ് ഇപ്പോൾ അങ്ങനൊരു ഉദ്യോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ജയൻ തന്നെ പറഞ്ഞു, ജയൻ പല പ്രാവശ്യം നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട്, പല വർഷങ്ങളിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഇൻ്റർവ്യൂ വരെ എത്തുകയും 10 മാർക്കിന് വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് 10 മാർക്കിന് പോകുമെന്ന് പറയുമ്പോൾ. സോ അതൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ, ഒരു 4 വർഷം എന്ന് പറയുന്ന ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് ജയൻ്റെ ഒരു പേഴ്സണാലിറ്റിയിലും ജീവിതത്തിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൊരു മാറ്റം എന്താണ്? ബേസിക്കലി ഞാനൊരു റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ അവിടെ അതിൻ്റേതായ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും, അതുപോലെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഇപ്പോൾ ലൈഫ് ലേണിങ്ങിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ റൂറൽ ഏരിയയിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. പക്ഷേ മറ്റ് ഫെസിലിറ്റീൻ്റെ കാര്യത്തിൽ ഞാൻ പഠിച്ച സമയത്തുള്ള കാര്യമായി ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിഫറൻസ് എന്തായാലും ഫീൽ ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സിവിൽ സർവീസ് പഠിക്കുമ്പോൾ നമ്മൾ ഭൗതികമായ വളർച്ചയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പം നമ്മളൊരു വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്നത് നോർമലി സിവിൽ സർവീസ് ഒന്നും പഠിക്കാത്ത ഒരാൾ അപ്രോച്ച് ചെയ്യുന്നതും സിവിൽ സർവീസ് പഠിച്ചതിന് ശേഷം അപ്രോച്ച് ചെയ്യുന്നത് രണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു വിഷയത്തെ പല ആംഗിളിൽ ചിന്തിക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പല ആൾക്കാർക്ക്, ഇപ്പോൾ ജനങ്ങളുണ്ടാവാം, ഒഫീഷ്യൽസ് ഉണ്ടാവാം, അതുപോലെ മറ്റ് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ പല ആംഗിളിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. കാരണം നമ്മളിത് പഠിക്കുമ്പോൾ ഇന്ത്യൻ പൊളിറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ റൈറ്റ്സ് എന്താണ്, ആ സമൂഹത്തിന് എന്താണ് റൈറ്റ്സ്, അല്ലെങ്കിൽ ഒരാളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ വെൽഫെയർ മെഷേഴ്സ് എന്താണ്. അപ്പോൾ പല ആംഗിളും നമ്മൾ പഠിക്കുമ്പോൾ ആ രീതിയിൽ ചിന്തിക്കും. അപ്പോൾ ഭൗതികമായി ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസ് കൊണ്ട് എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം. അത് പലപ്പോഴും ഞാൻ അതിൽ പ്രൗഡാണ്. കാരണം പല ആംഗിളും ചിന്തിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ രീതിയിൽ ചിന്ത വരികയും അതിനെ നല്ലൊരു ഒപ്പീനിയനായിട്ട് നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കാനും കഴിയും. ആ ചിലപ്പോൾ ഒപ്പീനിയൻ ആയിരിക്കും ഏറ്റവും കൂടുതലും ആൾക്കാർ അങ്ങനെ ഒരു ഒപ്പീനിയൻ ആയിരിക്കും ചിലപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആ രീതിയിൽ കൊടുക്കാം. ഇനി ഇൻ കേസ് നമ്മളൊരു സർവീസിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ചിന്തകളിലൂടെ പല ആംഗിളും ചിന്തിച്ചൊരു പോളിസി ഫോമുലേഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സിവിൽ സർവീസ് കൊണ്ടുണ്ടായ നേട്ടം. അതൊന്ന്. 2, എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മളിപ്പോൾ ലൈഫിൽ എപ്പോഴും സക്സസ്സിനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഫെയിലുവേഴ്സിനെ നമ്മളൊരിക്കലും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. നോർമലി അത് ഒരു മനുഷ്യൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് പ്രകാരം അത് സെലിബ്രേറ്റ് ചെയ്യത്തില്ല. പക്ഷെ നമ്മളിപ്പോൾ സമൂഹത്തിൽ കാണുന്ന എന്താ, എപ്പോഴും ഫെയിലുവേഴ്സിനെ നേരിടാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് മനുഷ്യർ പല രീതിയിലേക്ക് മാറുന്നത്. പക്ഷേ ഞാൻ ഈ സിവിൽ സർവീസ് കൊണ്ട് പഠിച്ചത്, ഞാൻ 4 തവണ തോറ്റു, പ്രിലിംസ് എഴുതി തോറ്റു. അപ്പോൾ ഒരു മനുഷ്യൻ തോൽക്കുമ്പോൾ ആ തോൽവിയിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരണം എന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് സിവിൽ സർവീസാണ്. അത് വലിയൊരു ലേണിംഗ്, അത് നമുക്ക് ഒരിക്കലും ഒരിടത്തുനിന്ന് കിട്ടത്തില്ല. അപ്പോൾ അത് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ലൈഫിലിനി ഞാൻ ഏത് മോശം അവസ്ഥയിലെത്തിയാലും അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരാനുള്ള എനർജി എനിക്കുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് വരുന്നത് അതിലൂടെയാണ്. പലപ്പോഴും അത് കാരണമാണ് നമ്മൾ മറ്റ് രീതിയിലേക്ക് ചിലപ്പോൾ ആൽക്കഹോളിലേക്കോ ഡ്രഗിലേക്കോ മറ്റ് വയലൻ്റ് ആക്ടിവിറ്റീസിലേക്കോ പല രീതിയിലും പോകുന്നത്. ഫെയിലുവേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഫെയിലുവേഴ്സിനെ സൊസൈറ്റി കാണുന്ന രീതി, അത് ആ പ്രഷർ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു വ്യക്തിക്കാണ് പല രീതിയിലേക്ക് റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരം മോൾഡ് നമ്മുടെ പേഴ്സണാലിറ്റിയിലുണ്ടാവും. അത് വലിയ ചേഞ്ചാണ്. എങ്ങനെ ഫെയിലുവേഴ്സിനെ മാനേജ് ചെയ്യണം, ഇനി ആ ഫെയിലുവേഴ്സിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചതിന് ശേഷം എങ്ങനെ സക്സസ്സിലേക്ക് പോകാം എന്നുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്തരം തോൽവികളിൽ നിന്നാണ്. അതെന്നെ പഠിപ്പിച്ചു. അത് ലൈഫിൽ നമ്മൾ അതുപോലെ ആയിരിക്കും. ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ ആ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്തരം ലൈഫ് എക്സ്പീരിയൻസിലൂടെയാണ്. അപ്പോൾ ഒരു വ്യക്തി ജീവിതത്തിൽ നമുക്കൊരു വ്യക്തമായ ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കുന്നു. എല്ലാവരുടെ റൈറ്റും ഈക്വലാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ഭൗതികമായ വികാസം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഫെയിലുവേഴ്സിനെ ഓവർകം ചെയ്ത് എങ്ങനെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമുക്ക് എങ്ങനെ സക്സസ്സിലേക്ക് വരാമെന്നുള്ള ഒരു കോൺഫിഡൻസും, എത്ര തോറ്റാലും അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് ആ ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമുക്ക് ഈവൻ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഭൗതികമായ വളർച്ച ഉണ്ട്. ഇപ്പോൾ ഞാൻ ഗൗതമിൻ്റെ നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന, അപ്പോൾ ഒരുപാട് അറ്റംപ്റ്റ് കൊടുത്തതാണ്. പക്ഷേ ഗൗതം അത് അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഗൗതമനുണ്ടാകുന്ന ഒരു ഭൗതികമായ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് സൊസൈറ്റിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പല രീതിയിൽ.
അപ്പോൾ അത്തരം ഡെവലപ്മെൻറ്റ് എന്തായാലും സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും KAS പോലുള്ള ഒരു എക്സാം പ്രിപ്പയർ ചെയ്താലും നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഡെഫിനറ്റായിട്ട് ഇപ്പം നമ്മൾ റെസ്പോൺസിബിൾ സിറ്റിസൺ ആകുക എന്നുള്ള കാര്യം, കാരണം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരാകുകയും അവകാശങ്ങൾ അറിയുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഉത്തരവാദിത്തങ്ങളെ പറ്റി കൂടുതൽ ബോധവാനാകുകയും ചെയ്യും. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതേപോലെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, കാരണം ഇപ്പോൾ ഈ വർക്കിംഗ് പ്രൊഫഷണൽസായിട്ട് ഇപ്പോൾ പല മേഖലകളിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പം ഈ വർക്കിംഗ് പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച്, ഇപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിവിൽ സർവീസ് ആയിക്കോട്ടെ, KAS ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ചലഞ്ച് എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് അതിനുവേണ്ടി ടൈം അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ജയൻ്റെ കാര്യം അറിയാം. ജയൻ ഓൾറെഡി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ടിരിക്കുന്ന വർക്ക് ചെയ്യുന്ന സമയത്താണ് ജയൻ ഇൻ്റർവ്യൂ വരെ ക്രാക്ക് ചെയ്യുകയും സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ വരെ ക്രാക്ക് ചെയ്യുകയും KAS എക്സാമിനേഷൻ എഴുതി ക്ലിയർ ചെയ്യുകയും ചെയ്തത്. സോ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയായിരുന്നു അതിൻ്റെ ടൈം അലോക്കേഷനൊക്കെ നടന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു വ്യക്തിയുടെയും പ്രയോറിറ്റി നിശ്ചയിക്കപ്പെടുന്നത് ആ ആളുടെ ആസ്പിറേഷൻ അനുസരിച്ചായിരിക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ ഒരാൾ, വളരെ ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരാൾ, ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാൾ, ആ ആളുടെ പ്രയോറിറ്റി എപ്പോഴും അതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രയോറിറ്റികളാണ് നമ്മുടെ തിരക്കുള്ളവരാക്കുന്നതും മാറ്റുന്നതും. നമ്മുടെ പ്രയോറിറ്റി ഏതാണ്, അതിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അത്രേ ഉള്ളൂ. എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എനിക്ക് ജോലി കിട്ടി, കുറേ ജോലി കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു ഒരു ലൈഫ് എക്സ്പോഷർ കിട്ടുന്ന ഒരു ജോലി ആയിരുന്നു സെക്രട്ടറി അസിസ്റ്റൻറ്റ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്തു. എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യണമായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കി അതല്ല എൻ്റെ പ്രയോറിറ്റി. അതിൻ്റെ ഒരു പ്ലാൻ ബി ആണ്. പക്ഷേ എൻ്റെ പ്രയോറിറ്റി എന്താ, ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യത്തിലേക്ക് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ കുറേ നാൾ സ്വപ്നം കണ്ട സിവിൽ സർവീസിലേക്ക് എത്താൻ പറ്റുക, അതിലേക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതെൻ്റെ പ്രയോറിറ്റി ആയതുകൊണ്ട് തന്നെ അതിന് ഞാൻ എപ്പോഴും സമയം കണ്ടെത്തും. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രയോറിറ്റിയാണ് നമ്മളെല്ലാം തീരുമാനിക്കുന്നത്. നമ്മൾ അത്രയും സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈവൻ ഒരു ജോലി ഉണ്ടെങ്കിലും ആ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മാറ്റിവെച്ചാൽ, ബാക്കിയുള്ള സമയത്തെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത്, ബാക്കി എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ച് പ്രയോറിറ്റി ഇതിലേക്ക് മാറും. ആ പ്രയോറിറ്റി വരുമ്പോഴാണ് നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അത്തരം സ്ട്രോങ് ഡിറ്റർമിനേഷൻ പ്രയോറിറ്റി ഇല്ലെങ്കിൽ നമ്മൾ പല കാര്യത്തിലേക്കും നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇത്രേ ഉള്ളൂ, നമ്മൾ ലൈഫിൽ വളരെ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ അതിലേക്ക് ഡ്രീം ചെയ്യുക, അതിലേക്ക് എത്താൻ ശ്രമിക്കുക. അപ്പോൾ ആ രീതിയിലേക്ക് എത്താൻ പോകുമ്പോൾ അത് പല രീതിയിലുള്ള ഒബ്സ്ട്രക്കിൾസ് നമുക്ക് വരാം. ചിലപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കാരണം നമുക്ക് ടൈം കണ്ടെത്താൻ വരാം, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുക. അപ്പോൾ അതെല്ലാം എങ്ങനെ മാനേജ് ചെയ്ത് നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ ഡ്രീം ആകുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് ലീവ് ഉള്ളതെല്ലാം ലീവ് അവൈൽ ചെയ്തു. ബാക്കിയുള്ള സമയത്ത് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ നമുക്ക് 10 മണിക്ക് ജോലിക്ക് പോയാൽ മതിയല്ലോ, രാവിലെ ടൈം ഉണ്ടല്ലോ, അത്രയും ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. വൈകുന്നേരം വന്നതിന് ശേഷം ഉണ്ടല്ലോ, അത് യൂട്ടിലൈസ് ചെയ്യാം. നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈവൻ അത്ര ടൈം ഒരു ദിവസം ടോട്ടൽ 24 അവേഴ്സ് ഉണ്ടെങ്കിൽ എത്ര ടൈം നമ്മൾ എഫക്റ്റീവായിട്ട് പഠിക്കും? ഈ ടൈം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്താം. പക്ഷേ ആ സമയം നമുക്ക് പ്രയോറിറ്റി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക, അതിനെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ടൈം കുറവാണെങ്കിൽ സ്മാർട്ടായിട്ട് അതിനെ എങ്ങനെ കവർ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറുക. ആ അഡാപ്റ്റേഷനാണ് ഏറ്റവും കൂടുതലും വേണ്ടത്. അപ്പോൾ അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാം. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ ബെനിഫിറ്റ്സ് കാണുക. ലീവ് ഉണ്ടെങ്കിൽ ലീവ് എടുക്കാം, മെഡിക്കൽ ലീവ് എടുക്കാം, ലീവ് വിത്തൗട്ട് അലവൻസ് എടുക്കാം, ക്യാഷ് ലീവ് എടുക്കാം. അപ്പോൾ ഇത് ഒരു രീതിയിൽ കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പ്രിലിംസ് വരുന്ന സമയത്ത് കുറച്ച് നാൾ നമുക്കിപ്പോൾ നമ്മൾ ഒരു സക്സസ്സിലേക്ക് പോകുന്നതിന് വേണ്ടി ചെറിയ സാക്രിഫൈസസ് നടത്തുന്നതിനൊരു തെറ്റില്ല. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആണെങ്കിൽ പോലും ഫുൾ ലീവായിരുന്നു, കുറേ നാൾ ലീവായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഏറ്റവും നേരിടേണ്ട ഒരു പ്രശ്നം, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യത്തില്ല. അപ്പോൾ പ്രൊബേഷൻ നീണ്ടുപോകും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ, പ്രൊബേഷൻ നീണ്ടുപോയാലും കുഴപ്പമില്ല, ഇൻ കേസ് പ്രൊബേഷൻ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ ഡ്രീമിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ അത് സാക്രിഫൈസ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ആ ജോലി ഞാൻ അതുപോലെ കൊണ്ടുപോകുന്നു, പക്ഷേ അതിനെ പ്രൊബേഷൻ എന്നുള്ള രീതിയിലേക്ക് ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ട് ഇതിൽ ഫോക്കസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള പ്രയോറിറ്റികളാണ് നമ്മളെ യഥാർത്ഥത്തിൽ അതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി നിശ്ചയിക്കുക, നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഡിറ്റർമിനേഷൻ വേണം, അതിനുവേണ്ടി ആത്മാർത്ഥമായി 100% പരിശ്രമിക്കാനുള്ള മൈൻഡും ഉണ്ടെങ്കിൽ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. സോ ഈ പ്രയോറിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രയോറിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ചിലപ്പോൾ പാർട്ട്ണറായിരിക്കും, കമ്പാനിയൻ ആയിരിക്കും. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നല്ലോ ഒരു പ്രിപ്പറേഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ ആളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു?
ആളുടെ പേര് രേഷ്മ എന്നാണ്. വർക്ക് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ HLL ഹൈറ്റ്സ് എന്ന് പറയുന്ന ഇൻഫാടെക് സർവീസ് ലിമിറ്റഡിലാണ് വർക്ക് ചെയ്യുന്നത് അസിസ്റ്റന്റ് പ്രോജക്ട് എഞ്ചിനീയറായിട്ട്. അപ്പോൾ ഞങ്ങളൊരു ലോങ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആസ്പിറേഷൻ എന്താണ്, എൻ്റെ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഒരു പാർട്ട്ണർ നല്ല പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഡ്രീമിനെ അത് ബാധിക്കും, ആസ്പിറേഷനെ ബാധിക്കും. പക്ഷേ നമ്മുടെ ആസ്പിറേഷൻ എന്താണെന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്കതിൽ കൂടുതലായിട്ട് എക്സൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ സിവിൽ സർവീസ് തുടങ്ങിയ കാലം മുതൽ തന്നെ എൻ്റെ സ്റ്റേജ് അറിയാം, എൻ്റെ ആസ്പിറേഷൻസ് അറിയാം, എൻ്റെ ഡ്രീം എന്താണെന്നറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഒരുമിച്ചാണ് ആ ഡ്രീമിനെ വളർത്തിയെടുത്തത്. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ സിവിൽ സർവീസ് തുടങ്ങിയ സമയത്ത് പോലും ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് വൈഫ് ജോലിക്ക് അന്ന് മുതലേ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അന്ന് സപ്പോർട്ടെല്ലാം എനിക്ക് തരിക, മാസത്തിൽ ഒരു ദിവസം നമ്മൾ കാണുക, പുറത്ത് പോവുക, ആ രീതിയിലുള്ള സപ്പോർട്ട് തരുന്നു. ഫിനാൻഷ്യലി നമ്മൾ സ്ട്രോങ് ആകുന്നു. മെൻ്റലി ഡൗൺ ആവുന്ന സമയത്ത് ഒന്നും സംഭവിച്ചാലും നമ്മൾ ഇത് നേരിടും എന്നുള്ള ഒരു സപ്പോർട്ട് തരുന്നു. അത്തരം സപ്പോർട്ട് തരുമ്പോൾ നമുക്ക് പിന്നെ നമ്മളെ കൂടെയുള്ളവർ അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ അത് നമ്മളെ നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യും. പിന്നെ നമുക്ക് എപ്പോഴും തോന്നാം, നമുക്കിപ്പോൾ സാധാരണ പറയാറില്ലേ, ഇപ്പോൾ എല്ലാം വന്നു കയറിയ ആളുടെ ഇതെന്ന് പറയത്തില്ലേ, ഐശ്വര്യം എന്ന് പറയത്തില്ലേ. അപ്പോൾ അതുപോലെ ഞാൻ മാരേജ് കഴിയുന്നതിന് മുമ്പ് എല്ലാ എക്സാമിനും തോറ്റു. സിവിൽ സർവീസ് 4 തവണ തോറ്റു. മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ സിവിൽ സർവീസ് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നത്, മെയിൻസ് എഴുതുന്ന ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ അതെനിക്ക് തോന്നിയത്, ഇപ്പോൾ സാധാരണ മാരേജ് കഴിയുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഫിനാൻഷ്യൽ ബേർഡൻ, എല്ലാ കാര്യങ്ങളിലും നമ്മൾ തകർന്നു പോകും. പിന്നെ അതുപോലെ നമുക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥയും വരും. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, എൻ്റെ പാർട്ട്ണർ എന്നെ മനസ്സിലാക്കി, എൻ്റെ ആസ്പിറേഷൻസ് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ എന്താണോ സാക്രിഫൈസ് ചെയ്യുന്നത് അത് മാനേജ് ചെയ്യാനുള്ള കഴിവ് എൻ്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു സപ്പോർട്ട് നൽകിക്കൊണ്ട് തന്നെ മാരേജ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രഷറും എന്നെ ബാധിച്ചില്ല. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുന്നതാണെന്ന് അറിയത്തില്ല, നമ്മൾ ഹണിമൂണിന് പോകുന്ന എന്നൊരു ഇതൊക്കെ ഇല്ലേ, ഞങ്ങൾ പോയിട്ടില്ല. ഞാൻ മാരേജ് കഴിഞ്ഞ ഉടനെ പോകുന്നത് മെയിൻസ് എഴുതാനാണ്, മെയിൻസ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ ആ രീതിയിലെ സാക്രിഫൈസ് നമ്മൾ നടത്തി മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നു, അതിനെല്ലാം ഫുൾ സപ്പോർട്ട് തരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് പോകുന്നു. ഏകദേശം മാരേജ് കഴിഞ്ഞ് 1 വർഷത്തോളം നമ്മൾ ഒരിടത്ത് സഞ്ചരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളൊരു പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ആസ്പിറേഷനിലെത്താം. അപ്പോൾ മാത്രമല്ല ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൂടി നമുക്ക് വരെയല്ലേ. അപ്പോൾ ഒരു ബാക്കപ്പ് വിത്ത് മെൻ്റൽ സപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അതിനെ ആ ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയും. അപ്പോൾ അത്ര ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മാരേജ് കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിന് പോകുന്നത്. പക്ഷേ കിട്ടിയില്ല. പക്ഷേ 10 മാർക്കിന് സർവീസ് പോയാലും കേസ് കിട്ടി. ഇതെല്ലാം ആ സമയത്ത് ശേഷമാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രയോറിറ്റികളാണ്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, വളരെ സന്തോഷം. അത് വളരെ എന്താ പറയുക, ഇൻസ്പയറിംഗ് ആണ്. പല ആളുകൾക്കും അത് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, വിജയൻ 10-ലധികം എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്തിട്ടുള്ള ആളാണ്. അതായത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, എസ്പെഷ്യലി PSC ഒക്കെ നടത്തുന്ന എക്സാമ്പിൾ ക്ലിയർ ചെയ്തിട്ടുള്ള ആളാണ്. ഇവിടെ ഒരു എക്സാമിന് ക്ലിയർ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ചിലപ്പോൾ അത് അവരുടെ നോളജിൻ്റെ കുറവുകൊണ്ടായിരിക്കണം എന്നില്ല. അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഉള്ളൊരു സംശയം, പൊതുവേ ഉള്ള ഒരു കാര്യം എന്നാണ്, ഇതിനൊരു നാക്ക് ഉണ്ടോ, ഇതിനൊരു ടെക്നിക്ക് ഉണ്ടോ? ഈ എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നതിനൊരു ഒരു പ്രത്യേക സ്ട്രാറ്റജി ആണോ, അതിനൊരു പ്രത്യേക നാക്ക് ഉണ്ടോ? എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്ക് മനസ്സിലായത് എക്സാമിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ചോദ്യം, അത് എങ്ങനെ മനസ്സിലാക്കുമെന്നുള്ളതായിരിക്കുമല്ലോ നോർമലി ഒരു ചോദ്യം. അത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യമായി ഒരു എക്സാമിലേക്ക് പോകുമ്പോൾ നമുക്ക് മുമ്പിൽ എന്താ, ആ എക്സാമിന് മുമ്പുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഈ എക്സാം എല്ലാം എഴുതിയത് കാരണം എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും വളരെ മോശമായതുകൊണ്ട് എനിക്കൊരു പ്ലാൻ ബി ഇല്ലാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ ഡ്രീം വലുതാണ്, അതിനുവേണ്ടി ചിലപ്പോൾ ടൈം എടുത്തേക്കാം. പക്ഷേ എന്ന് കരുതി നമ്മുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസും മറ്റത് മാറ്റി വയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വളരെ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു എക്സാം എഴുതുന്ന സമയത്ത് തന്നെ ഒരു പ്ലാൻ ബി നമുക്ക് വേണം. നമ്മൾ ലൈഫിൽ ഒന്ന് പോയാൽ മറ്റേത് നമ്മൾ ബാലൻസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ എനിക്ക് അന്ന് തോന്നിയത്. എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല, സാഹചര്യം കൊണ്ടായിരിക്കാം. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ എല്ലാ PSC എക്സാം എഴുതുമായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സാം എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നു. അപ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഓരോ വർഷവും PSC എങ്ങനെയാണ് ആ ക്വസ്റ്റ്യനെ ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ കാര്യം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സെക്രട്ടറി അസിസ്റ്റൻറ്റ് കിട്ടുന്നതിന് മുമ്പ് കുറേ നാളായിട്ട് സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാം നടക്കുവാണ്. അപ്പോൾ ആ എക്സാമിൻ്റെ പാറ്റേൺ ചേഞ്ച് ചെയ്ത് വരികയാണ്. ഇപ്പോൾ നോബൽ പ്രൈസൊക്കെ ആ സമയത്ത് ചോദിച്ചപ്പോൾ ആദ്യം ആർക്ക് കിട്ടി എന്നായിരുന്നു, പിന്നീട് എന്തിന് കിട്ടി എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വരുന്ന കാലമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ അടുത്തെന്താണ് വരാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്ക് മേ ബി ചിന്തിക്കാം. നമ്മളെപ്പോലെ ഒരാളായിരിക്കുമല്ലോ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ. അപ്പോൾ ഞാൻ അത്തവണ ഇത് ഞാൻ ചെയ്ത കാര്യം പറയാം. അപ്പോൾ ഞാനന്ന് ചിന്തിച്ചപ്പോൾ അതുവരെ ചോദിച്ചത് ആരാണ് നോബൽ പ്രൈസ് വിൻ ചെയ്തത് അല്ലെങ്കിൽ ഏത് വിഷയത്തിനാണ്.
അപ്പോൾ ആ തൊട്ട് വർഷത്ത് 4 പേർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയത് ഓരോ വിഷയങ്ങൾക്കും. അപ്പോൾ എന്തുകൊണ്ട് ആ PSCക്ക് ചോദിച്ചുകൂടാ 4 പേരിൽ 3 പേർക്ക് ഈ കെമിസ്ട്രി കിട്ടിയ 3 പേരല്ലാത്ത ആളാരാണ്? അങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാക്കി എല്ലാം പഠിച്ച ആൾക്കാർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേണമെങ്കിലും അങ്ങനെ ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ. അതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ കിട്ടിയതാണ് ആ ഒരു ട്രെൻഡ്. അത് മനസ്സിലാക്കി അതേ ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് കെമിസ്ട്രിക്കല്ലെന്നുള്ളൂ, വേറെ ഫിസിക്സിൻ്റെ ഏതോ ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. പക്ഷേ ഞാനത് അങ്ങനെ കൂടി പഠിച്ചു പോയത് ബൈ ചാൻസ് എൻ്റെ ലക്ക് കൂടി ആവാം. അങ്ങനെ പഠിച്ചപ്പോൾ ആ ഒരു ചോദ്യം കിട്ടി. ഒരു ക്വസ്റ്റ്യൻ മാറുക എന്ന് പറയുന്നത് എത്രയോ റാങ്കുകൾ മാറ്റും. ഒരു 0.33 എന്ന് പറയുന്നത് നമ്മൾ 1.33 കുറയുന്നത് മാറും, പ്ലസ് 1 മാർക്ക് അഡീഷണൽ 1.33 ആണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അത് എത്രയോ റാങ്കുകൾ അപ്പുറത്തേക്ക് എത്തിക്കും. ഇത് നമ്മൾ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ ആ പാറ്റേൺ ചേഞ്ച് ചെയ്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇതാണ് എല്ലാ ക്വസ്റ്റ്യനും എല്ലാ എക്സാമിനും. ഇപ്പോൾ ഞാൻ സിവിൽ സർവീസിന് 4 തവണ തോറ്റു എന്ന് പറയുന്നു. അത് ഞാൻ പഠിക്കാത്തതുകൊണ്ട് തോറ്റതല്ല, അത് എനിക്ക് വ്യക്തമായി മനസ്സിലായതാണ്. കാരണം ഞാൻ ആദ്യത്തെ വർഷം 16 മണിക്കൂർ പഠിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച ഏറ്റവും കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ IAS കിട്ടുമെന്നുള്ളതായിരുന്നു എൻ്റെ മിഥ്യയായ ധാരണ. പക്ഷേ അത് തെറ്റായിരുന്നു. പക്ഷേ എന്താണ് എക്സാം ഡിമാൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ കുറേ കാര്യം പഠിച്ചിട്ട് കാര്യമില്ല. എക്സാം എന്താണ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണ്, അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുമാത്രം പഠിച്ചാൽ മതി. അല്ലാതെ സൂര്യന് താഴെയും സൂര്യനപ്പുറത്തുള്ള എല്ലാ കാര്യം പഠിക്കുക എന്നുള്ളതൊക്കെ പറയുന്നതൊക്കെ വെറുതെ ആയിട്ടുള്ള കാര്യമാണ്. വ്യക്തമായ സിലബസ് ഉണ്ട്, അത് മനസ്സിലാക്കുക, അതിനെ അനലൈസ് ചെയ്ത് പഠിക്കുക. അത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുന്നത്, പ്രിലിംസ് ആണെങ്കിൽ പ്രിലിംസിനെ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ പഠിക്കുക. മെയിൻസ് ആണെങ്കിൽ അത് എങ്ങനെ അനലിറ്റിക്കലായിട്ട് എഴുതാൻ പഠിക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ PSC ഇപ്പോഴും ട്രെൻഡ് മാറ്റി, പഴയ 1 വേർഡ് ക്വസ്റ്റ്യൻ മാറ്റി ഇപ്പോൾ UPSC മോഡലാണ് ചോദിക്കുന്നത്. അപ്പം 2 UPSC ആസ്പിറൻസിന് ബെനിഫിറ്റാണ്. പക്ഷേ സ്റ്റിൽ PSC പഠിക്കുന്ന കുറേ ആൾക്കാർ മാറി, കുറേ ആൾക്കാർ ഇപ്പോഴും പഴയ പാറ്റേൺ പഠിക്കുന്നുണ്ട്, കാണാതെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത്, ഞാനത് ഇതായിട്ട് പറയുന്നില്ല, അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ പാറ്റേൺ മാറിയെങ്കിൽ ആ രീതിയിലേക്ക് നമ്മളെ മോൾഡ് ചെയ്ത് മാറ്റുക, നമ്മൾ പഠിക്കുന്ന രീതി മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ ഈസി ആയിട്ട് മാറുന്ന പാറ്റേൺ അനുസരിച്ച് നമുക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ്. ഞാൻ എക്സാമിന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം.